അങ്ങനെ 365 ദിവസം എത്ര പെട്ടെന്നാ പോയേ. അയ്യോ, ഒന്നും പറയാൻ പറ്റില്ല. അവസാനത്തെ വീഡിയോ അല്ലേ, ഏത് ഷർട്ട് ഇട്ടിട്ട് അഭിനയിക്കാമെന്ന് വിചാരിച്ചാൽ ഒന്നും അങ്ങോട്ട് സെറ്റ് ആവണില്ല. ലാസ്റ്റ് എപ്പോഴും എടുക്കണ പോലെ തന്നെ റെഡ് തന്നെ ശരണം. അങ്ങനെ എല്ലാം ശുഭം. എങ്ങോട്ടാണ് പോകണമെന്ന് വെച്ചാൽ ഒന്ന് പുറത്തേക്ക് പോകണം. ഒരു ചെറിയ പർച്ചേസ് ഉണ്ട്. ന്യൂ ഇയർ അല്ലേ, നമ്മുടെ പിള്ളേർക്ക് എന്തെങ്കിലും മുട്ടായി വാങ്ങിച്ചു കൊടുത്തേക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് പ്രത്യേകിച്ച് ന്യൂ ഇയർ പരിപാടികളോ അങ്ങനെയൊന്നുമില്ല. അപ്പം ഒരു ക്രിസ്പ് എലോയും വാങ്ങിച്ച് നേരെ ഈ വർഷത്തെ അവസാനത്തെ അണ്ണൻ്റെ കടയിലെ ചായ കുടിയും കുടിച്ചു. ഈ വർഷത്തെ അവസാനത്തെ പൂവെടുപ്പ് എടുത്തു. ആഹാ, എന്ത് നല്ല സന്തോഷം. അങ്ങനെ വന്ന് നേരെ മുട്ടായി വിതരണമായിരുന്നു. എല്ലാവർക്കും മുട്ടായി കൊടുത്ത് വിഷ് ചെയ്തു. ഒരു പ്രത്യേക സന്തോഷമായിരുന്നു ഇന്ന്. കാരണം ഒരിക്കലും വിചാരിക്കാത്ത പല കാര്യങ്ങളും 2025 എനിക്ക് നടന്നിട്ടുണ്ട് കേട്ടോ. ആരൊക്കെ കൂടെ ഉണ്ടാവുമെന്ന് വിചാരിച്ചു അവരെല്ലാം കൂടിയിട്ടിട്ട് പോയിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ നല്ല സന്തോഷമായ ഒരു വർഷമായിട്ട് 2025 ഞാൻ കണക്കാക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ, അത് ശരിയാവത്തില്ല, ഞാൻ പറയുന്നതിനേക്കാളും നല്ലത് എൻ്റെ പയ്യന്മാർ പറയുന്നത്. അപ്പം വീണ്ടും സന്ധിக்கலாம்.